കാരണങ്ങൾ തന്നെയാണ്. ഖുർആന്റെ ആയത്തിന് മുൻഗാമികളായ ആളുകൾ കൊടുത്തിട്ടില്ലാത്ത അർത്ഥം പറഞ്ഞു. പ്രമാണങ്ങളിൽ വന്ന കാര്യങ്ങളെക്കാൾ അവരുടെ ബുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആയത്തിനെയും ഹദീസിനെയും വ്യാഖ്യാനിക്കാൻ തുനിഞ്ഞു. അങ്ങനെയാണ് ഈ ബിദഈ കക്ഷികളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇനി നേരത്തെ പറഞ്ഞ മറ്റൊരു കാരണം ഉണ്ടല്ലോ, കാഫിരീങ്ങളായ ആളുകളുടെയും ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും സമ്പ്രദായങ്ങൾ പിന്തുടരുക. അത് ബിദ്അത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഗതിയാണത്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഗതി. ഏത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമ്മുടെ മുസ്ലിങ്ങൾക്കിടയിലേക്ക് ഈ ഫിർഖത്തും ഈ ഇഖ്തിലാഫും കടന്നു വരാനുണ്ടായ കാരണം ബിദ്അത്താണ്. ഈ ബിദ്അത്തുകൾ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഈ ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും കാഫിരീങ്ങളായ ആളുകളെയും പിൻപറ്റുന്നതിലൂടെയാണ് ഉണ്ടാകുന്നത്. അതിനുള്ള ഒരു ഉദാഹരണമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഖദരിയത്ത് വാദം. ഖദറിനെ നിഷേധിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞല്ലോ, ബിദ്അത്തിന്റെ പാർട്ടികളിൽ മൂന്നാമതായിട്ട് പണ്ഡിതന്മാര് വിശദീകരിച്ചത് ഖദരിയാക്കളെയാണ്. ഈ ഖദറിനെ നിഷേധിച്ചുകൊണ്ടുള്ള വാദം ആദ്യമായി കൊണ്ടുവരുന്നത് ഹിജ്റ 62 വർഷത്തിന് ശേഷമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഹിജ്റ 62 ശേഷമാണ് ഖദറിനെ നിഷേധിച്ചുകൊണ്ട് ആളുകൾ രംഗത്ത് വന്നത്. ആദ്യമായിട്ട് ഖദറിനെ നിഷേധിക്കുന്നത് മഅ്ബദുൽ ജുഹനി എന്ന വ്യക്തിയാണ്. അയാളാണ് ആദ്യമായിട്ട് ഈ വാദവുമായിട്ട് കടന്നു വരുന്നത്, മഅ്ബദുൽ ജുഹനി. അതിനുശേഷം മഅ്ബദുൽ ജുഹനിയിൽ നിന്നും ഗൈലാനു സഖഫി ഈ വാദം ഏറ്റെടുത്തു. അയാളാണ് പിന്നീട് അത് പ്രചരിപ്പിക്കുന്നത്. എന്നാൽ ഈ ഒരു ഖദർ ഉള്ള വാദം അതെങ്ങനെ കടന്നു വരുന്നു എന്നതിനെ കുറിച്ച് പണ്ഡിതന്മാർ ചർച്ച നടത്തിയപ്പോ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അതിന്റെ കാരണം പറഞ്ഞത്, ഈ ഖദർ നിഷേധിക്കുന്ന വാദം മഅ്ബദുൽ ജുഹനിയാണ് തുടങ്ങുന്നത് എങ്കിലും ഗൈലാനു സഖഫിയാണ് പിന്നീട് അതിന്റെ പ്രയോക്താവായി മാറിയതെങ്കിലും ആദ്യമായിട്ട് ഈ ഖദറിനെ നിഷേധിക്കുന്ന ഈ ചിന്തക്ക് തുടക്കം കുറിക്കുന്നത് സീസവൈഹി എന്ന് പറയുന്ന ഒരാളാണ്. 2 രൂപത്തിൽ പേരുകൾ വന്നിട്ടുണ്ട്. സീസവൈഹി എന്ന് വന്നിട്ടുണ്ട്, സിൻസവൈഹി എന്ന് വന്നിട്ടുണ്ട്. ഇയാളാണ് മഅ്ബദുൽ ജുഹനിക്ക് മുമ്പ്, ഗൈലാൻ സഖഫിക്ക് മുമ്പ് ഖദറിനെ നിഷേധിക്കുന്ന വാദവുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത് ഈ സീസവൈഹിയാണ്, അല്ലെങ്കിൽ ഈ സിൻസവൈഹിയാണ്. അയാൾ ഇറാഖിലാണ് ഇത് പ്രചരിപ്പിച്ചത്. ഇയാള് ബസറക്കാരനായിരുന്നു. ആരായിരുന്നു ഇയാള്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞു, ഇയാളൊരു മജൂസിയായിരുന്നു, അഗ്നി ആരാധകനായിരുന്നു. ഇയാള് സീസവൈഹി അഗ്നി ആരാധകനായിരുന്നു. ആ വാദം പിന്നീട് നേരത്തെ ബിദ്അത്തിന്റെ കാരണങ്ങൾ പറഞ്ഞല്ലോ, അവരെ പിൻപറ്റുക എന്നുള്ളത്, നമ്മുടേതല്ലാത്ത അവിശ്വാസികളുടെ ആചാരങ്ങൾ അവരുടെ രീതികൾ പിൻപറ്റുക, അങ്ങനെ കടന്നു വന്ന ഒരാശയാണ് പിന്നീട് പലരും അത് ഏറ്റുപിടിച്ചു. ഈ സിൻസവൈഹി യഥാർത്ഥത്തിൽ മജൂസി, ഒരു അഗ്നി ആരാധകനായിരുന്നു എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ മജ്മൂ ഫത്താവ 7-ാം വാള്യം 384-ാമത്തെ പേജിൽ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഈ മൂന്നാമത്തെ ബിദഈ കക്ഷി ഉണ്ടാക്കുന്നത് ആരാ? ഒരു അഗ്നി ആരാധകനാണ്. അത് മറ്റുള്ള മതത്തിൽ നിന്ന് കടന്നു വന്ന വിശ്വാസം, അത് വലിയൊരു പാർട്ടിയിട്ട് വളർന്നു. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഉഹദ് മലയാളം സ്വർണം ചെലവഴിച്ചാലും ശരി, അള്ളാന്റെ ഖദറിൽ വിശ്വസിക്കുന്നത് വരെ അവരാരും മുസ്ലിങ്ങളാവില്ല എന്നുള്ളത്. എത്രത്തോളം അദ്ദേഹം പറഞ്ഞെന്ന് ചോദിച്ചാല്, ഈ ഖദരിയാക്കളെ കുറിച്ച് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, ഉലൈക്കൽ ഖദരിയൂന ഉലൈക മജൂസു ഹാദിഹിൽ ഉമ്മ. ഈ ഉമ്മത്തിലെ, ഈ സമുദായത്തിൽ കടന്നുകൂടിയിട്ടുള്ള അഗ്നി ആരാധകരാണ്, മജൂസികളാണ് ഖദരിയാക്കൾ എന്ന് വരെ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായിട്ട് ഹദീസുകളിലും ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാം. ഇങ്ങനെയുള്ള ഏത് ആദർശങ്ങൾ, അതോടൊപ്പം തന്നെ ഖുർആൻ സൃഷ്ടിയാണെന്ന വാദം, അതും ഒരു ബിദഈ ചിന്തയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അബ്ബാസിയ ഖിലാഫത്ത് കാലഘട്ടത്തിലാണ് ഖുർആൻ സൃഷ്ടിയാണെന്ന വാദം ആദ്യമായി കടന്നു വരുന്നത്. ഇതെല്ലാം ഓരോന്നും വളരെ വിശദമായി പറയേണ്ട കാര്യങ്ങളാണ്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഖുർആനെ കുറിച്ച് അവൻ വിശ്വസിക്കേണ്ടത് എന്താ? ഖുർആനിൽ 114 അധ്യായങ്ങളുണ്ട്, ഈ 6000 ചില്ലാനം ആയത്തുകളുണ്ട്, ഇന്ന അധ്യായം 1-ാമത്തെ അധ്യായം, ഇന്ന അധ്യായം അവസാനത്തെ അധ്യായം. ഇതൊന്നുമല്ല ഖുർആനെ കുറിച്ച് ഒരു മുഅ്മിൻ വിശ്വസിക്കേണ്ട അഖീദത്തൊന്നുമല്ല. ഒരു മുഅ്മിൻ വിശ്വസിക്കേണ്ടത് ഖുർആൻ കലാമുല്ലാഹി ഗൈറു മഖ്ലൂഖിൻ മിൻഹു ബദൽ വ ഇലൈഹി യഊദ്. ഇതാണ് അഖീദ. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത് അറിയാത്ത മുഅ്മിനല്ല എന്നുള്ളതാണ്.
ഈ വിശ്വാസം ശരിക്കും പഠിച്ചു കാണാം. കലാമുള്ള എന്ന് പറഞ്ഞു പോലും നിർത്താൻ പറ്റൂല എന്നാണ്. അൽ ഖുർആനു കലാമുള്ള എന്ന് പറഞ്ഞു നിർത്താൻ പാടില്ല എന്നാണ് ഇമാം അഹ്മദ് ബിൻ ഹംബലൊക്കെ അദ്ദേഹത്തിന്റെ ഉസൂൽ സുന്നയിൽ എഴുതി വെച്ചിട്ടുള്ളത്. അൽ ഖുർആനു കലാമുല്ലാഹി ഗൈറു മഖ്ലൂഖിൻ എന്ന് തന്നെ പറയണം. മിൻഹു ബദ വ ഇലൈഹി യഊദ്. അതാണ് ഒരു ഖുർആനെ കുറിച്ചൊരു മുഅ്മിനിന്റെ അഖീദ. ബാക്കിയുള്ളതൊക്കെ 114 അധ്യായങ്ങളുണ്ട്, അതൊക്കെ പിന്നെ വേറെ വരുന്ന വിഷയ. അതൊരാൾ അറിഞ്ഞിട്ടില്ല എന്ന് കരുതിയ ആൾ നരകത്ത് പോകുന്നില്ല. പക്ഷെ ഈ അഖീദ ശരിയായിരിക്കണം. ഖുർആൻ സൃഷ്ടിയാണെന്ന് വാദിച്ചാലേ തെറ്റാ. അങ്ങനെ ഈ ഖുർആൻ സൃഷ്ടിയാണെന്ന വാദവുമായി കൊണ്ട് കടന്നു വരുന്നത്, കുറച്ചാളുകൾ കടന്നു വരുന്നത് അബ്ബാസിയ ഖിലാഫത്ത് കാലഘട്ടത്തിലാണ്. അബ്ബാസിയ ഖിലാഫത്ത് കാലഘട്ടത്തില് മഅ്മൂനിന്റെയും മുഅ്തസിമിന്റെയും ഒക്കെ കാലഘട്ടത്തിലാണ് ഈ വാദവുമായിട്ട് കുറെ ആളുകൾ കടന്നു വന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഈ വാദം ആദ്യമായിട്ട് ഏറ്റുപിടിക്കുന്നത് ആരാണ്? ജഅദ് ബിനു ദിർഹമാണ് ഖുർആൻ സൃഷ്ടിയാണ് എന്ന വാദം ആദ്യമായി കൊണ്ടുവരുന്നത്. ജഅദ് ബിനു ദിർഹം. അത് വളരെ വിശദമായി പറയേണ്ട ഒന്നാണ്. പിന്നീട് ജഹ്മു ബിനു സഫ്വാൻ, ഈ ജഹ്മു ബിനു സഫ്വാനിലേക്ക് ചേർത്തിക്കൊണ്ടാണ് ജഹ്മിയത്ത് എന്ന ബിദഈ കക്ഷി തന്നെ ഉണ്ടായത്. ജഹ്മു ബിനു സഫ്വാൻ. അതിനുശേഷമാണ് പിന്നീട് അത് മുഅ്തസിലിയാക്കൾ ഏറ്റെടുത്തത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇതിന്റെ ആ ചരിത്രത്തിലൂടെ നമ്മൾ ചെല്ലുമ്പോൾ, ബിദ്അത്തുകളെ കുറിച്ച് നമ്മൾ ഗവേഷണം നടത്തുമ്പോൾ, പഠിക്കുമ്പോൾ, ബിദ്അത്തുകൾ എങ്ങനെ കടന്നു വന്നു എന്നതിനെ കുറിച്ച് നമ്മൾ അതിനെക്കുറിച്ചുള്ള പഠനം നമ്മൾ നടത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഈ ഖുർആൻ സൃഷ്ടിവാദം, ഖുർആനും സൃഷ്ടിയാണ് എന്ന വാദവും ആദ്യമായി ഉന്നയിക്കുന്നത് സൂസൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. നമ്മൾ ഈ വിഷയം വരുന്ന വഴി നോക്കണം, വളരെ ഗൗരവമുള്ള സംഗതി. ബിദ്അത്തുകൾ കടന്നു വരുന്ന ആ റൂട്ടുകൾ നോക്കി നിങ്ങൾ. നേരത്തെ പറഞ്ഞ ഖദറിനെ നിഷേധിക്കുന്ന വാദം കൊണ്ടുവന്നത് സീസവൈഹി, അയാളെ മജൂസി. ഖുർആൻ സൃഷ്ടിയാണെന്ന വാദം എത്രത്തോളം വളരെ പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഗതിയാണ് ഖുർആൻ സൃഷ്ടിയാണെന്നുള്ള വാദം ആ കാലഘട്ടത്തിൽ. അത് കൊണ്ടുവരുന്നത് സൂസനാര നസ്രാണി, ക്രിസ്ത്യാനിയാണ്. അയാളാണ് ഈ വാദം ആദ്യമായി കൊണ്ടുവരുന്നത്. അയാളിൽ നിന്നാണ് അത് ജഅദ് ബിനു ദിർഹം ഏറ്റെടുക്കുന്നത്. അയാളിൽ നിന്നാണ് അത് ജഹ്മു ബിനു സഫ്വാൻ ഏറ്റെടുക്കുന്നത്. ജഹ്മു ബിനു സഫ്വാനിൽ നിന്നാണ് അത് മുഅ്തസിലിയാക്കൾ ഏറ്റെടുക്കുന്നത്. അതിന്റെ തുടക്കാര ക്രിസ്ത്യാനി. അങ്ങനെ അവരിൽ നിന്ന് അത് അവർ കടത്തിക്കൂട്ടി ബിദ്ഈ ആശയങ്ങൾ. ഇങ്ങനെ ഓരോന്ന് നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ഇതിന്റെയൊക്കെ പിന്നിലുള്ള വേരുകൾ ഇങ്ങനെയാണ്. ഇനി നബിദിനാഘോഷം, അത് വല്ലാത്തൊരു ബിദ്അത്താണല്ലോ നബിദിനാഘോഷം എന്നുള്ളത്. മൗലൂദ് കഴിക്കുക എന്നുള്ളത് അത് വലിയൊരു പുണ്യകർമ്മമായിട്ട് കൊണ്ടാടുന്ന എത്രയോ ആളുകൾ നമ്മുടെ സമുദായത്തിലില്ലേ? എത്രയോ ആളുകൾ. പിന്നെ മൗലീദ് കഴിക്കാത്ത ആളുകളൊന്നും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽപ്പെട്ടവരല്ല എന്ന് പോലും വിശ്വസിക്കുന്ന എത്രയോ ആളുകളുണ്ട്. നിസ്കരിക്കേണ്ട ആവശ്യമില്ല, നോമ്പുൽക്കേണ്ട, ഒന്നും ചെയ്യേണ്ട, കൊല്ലത്തിൽ വരും റബീഉൽ അവൽ മാസം വരുമ്പോൾ ഒരു മൗലൂദ് കഴിച്ചാൽ മതി, സ്വർഗത്ത് പോകാം എന്ന് വിശ്വസിക്കുന്ന എത്രയോ ആളുകൾ നമുക്കിടയിലുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഈ മൗലൂദ്? എന്താണത്? ആരാണത് തുടങ്ങി വെച്ചത്? നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിദ്അത്താണല്ലോ മൗലൂദ്. ഇതിപ്പോ സഫറായി, റബീഉൽ അവൽ വരാനായി. എന്താണ് യഥാർത്ഥത്തിൽ ഈ മൗലൂദിന്റെ തുടക്കം? ആരാണത് തുടങ്ങി വെക്കുന്നത്? അതിന്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളെ കേരളത്തിൽ ഉണ്ടായൊരു സാധനം നല്ലത്. നമ്മളതിന്റെ വേരുകൾ തേടി ഇങ്ങനെ ചെല്ലുമ്പോണ്ടല്ലോ നമ്മൾ നെട്ടിപ്പോകും. അതറിയാതെയാണ് എന്നും ആളുകൾ കെങ്കേമമായിട്ട് മൗലൂദ് ഇങ്ങനെയുള്ള ഇതൊക്കെ കഴിക്കുന്നത്, ആചാരങ്ങൾ നടത്തുന്നത്, ബിദ്ഈ ആയിട്ടുള്ള ആഘോഷങ്ങൾ നടത്തുന്നത്. യഥാർത്ഥത്തില് ജന്മദിനം ആഘോഷം എന്നത് ഒരു മതത്തിന്റെയും സമ്പ്രദായമല്ല. ചില ആളുകൾ പറയാറുണ്ട് ബർത്ത്ഡേ ആഘോഷമൊക്കെ ക്രിസ്ത്യാനികളിൽ നിന്നുണ്ടായതാണെന്നുള്ളത്. അത് ആപേക്ഷികമായിട്ട് ശരിയാണ്, ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയതല്ല ജന്മദിനാഘോഷം എന്നുള്ളത്. ജന്മദിനാഘോഷത്തിന്റെ ആ ചരിത്രം ഇങ്ങനെ നമ്മൾ പരതി പോകുമ്പോൾ റോമക്കാരും ഗ്രീസും പേർഷ്യയിലും ഒക്കെ ജന്മദിനാഘോഷങ്ങൾ നിലവിലുണ്ടായിരുന്നു. അവരവരുടെ രാജാക്കന്മാരുടെ ചക്രവർത്തിമാരുടെ ജന്മദിനാഘോഷങ്ങൾ കഴിക്കാറുണ്ട്. ഈ റോമിൽപ്പെട്ട ഗ്രീസിൽപ്പെട്ട ബഹുദൈവാരാധനായ ആളുകളിൽ നിന്ന് ക്രിസ്ത്യാനികളിലേക്ക് അത് വന്നു. അവിടുന്നാണ് അത് ക്രിസ്ത്യാനികൾ എടുക്കുന്നത്. ക്രിസ്ത്യാനികൾ ആദ്യ കാലഘട്ടത്തിൽ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. അത് പിന്നീട് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി വന്നു. സൂര്യദേവന്റെ ദിവസമായ ഡിസംബർ 25 യേശുക്രിസ്തുവിന്റെ ജന്മദിനാക്കാൻ തീരുമാനിച്ചു. എങ്ങനെ തെളിയിച്ചാലും യേശുക്രിസ്തു ജനിച്ചത് ഡിസംബറിലാണെന്നുള്ളത് തെളിയിക്കാൻ ഒരാൾക്കും പറ്റൂല. ഖുർആൻ തന്നെ തെളിവുണ്ട്. ഖുർആൻ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈസാ നബി അലൈഹി സ്വലാം ജനിച്ചിട്ടുള്ളത് ഡിസംബറിലല്ല. ബൈബിളിൽ അതിനേക്കാൾ ശക്തമായ തെളിവുകളുണ്ട്. ബൈബിളിൽ ഒരു കുട്ടിക്ക് തെളിയിക്കാൻ പറ്റൂല ഈസാ നബി അലൈഹി സ്വലാം ജനിച്ചിട്ടുള്ളത് ഡിസംബറിലാണെന്നുള്ളത്. അല്ലാന്ന് തെളിയിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റും ചെയ്യും.
ഏതായാലും ഈ വിശ്വാസം കടന്നു വന്നത് ഈ ബഹുദൈവാരാധകരിൽ നിന്നാണ്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് നടപ്പിലാക്കിയത്.